വനം വകുപ്പും കർഷകരും ആദിവാസി സമൂഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യമാക്കാൻ ഊരുണർവ് പദ്ധതിക്ക് തുടക്കമിട്ടതായി വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമായാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നവർക്ക് ഭൂമി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാണിയമ്പുഴയിലെ അർഹരായവർക്ക് ഉടൻ ഭൂമി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായി മേഖലകളിൽ ഭൂമി ലഭ്യമാകാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഇവർ നേരിടുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് പരിഹാരം. കാടിനെ കുറിച്ച് അവർക്കുള്ള അറിവ് അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേഷന്റെ പ്രാധാന്യവും അവരുടെ അറിവ് വഴി നമ്മൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം ഈ വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഘൂകരിക്കുന്നതിന് അവരെ എങ്ങനെ സഹകരിപ്പിക്കാം എന്നുള്ളതോട് ആലോചിക്കുക എന്നുള്ളതായിരുന്നു. വാണിയമ്പുഴ അവിടെ ഇനിയും 2 പേർക്ക് കൂടെ ഉള്ളു കൊടുക്കാൻ. അതൊരു മാസത്തിനകം കൊടുക്കും. 4 പേർക്കുണ്ട്, അതിൽ 2 പേർക്ക് ഒരു മാസത്തിനകം കൊടുക്കും. ഇവർക്ക് എങ്ങനെ ഭൂമി കൊടുക്കാം? നിലവിലെ നിയമത്തിൽ വ്യവസ്ഥയില്ല. വനത്തിനകത്ത് സ്വാപ്പ് ചെയ്യാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താമസിപ്പിക്കാനുള്ള വ്യവസ്ഥ നിലവിലെ നിയമത്തിൽ. കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. അതിന് അവരൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു കമ്മിറ്റി ഇപ്പൊ ചെന്നാൽ ഉടനെ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കും. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിനോട് അറിയിക്കുകയാണെങ്കിൽ അവരതിന് അനുമതി തരാമെന്ന് പറഞ്ഞു.